പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു ചേരിപ്പോര് ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു പ്രതിസന്ധി കൂടിയാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ ഇന്നലെ നേരം വൈകുന്നേരത്തിൽ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താത്തത്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം പാലക്കാട് ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് BJP ആയുധമാക്കി മാറ്റുമെന്നും അവർ അവസരമാക്കി മാറ്റുമെന്നും പൊതുവെ ഒരു വിലയിരുത്തൽ ഉണ്ട് പാർട്ടിക്ക്. അതോടൊപ്പം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനടക്കം വലിയ പണം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂടി പാർട്ടി പോകുമെന്നുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ പല സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ 12 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. ആ 12 മണ്ഡലങ്ങളിൽ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ വിജയം എന്നത് ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളിലേക്കെങ്കിലും വ്യാപിപ്പിക്കണം എന്ന ഒരു ആഗ്രഹം കൂടി കോൺഗ്രസിനുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് ആണ് ഈ പടലപ്പിണക്കങ്ങൾ കഴിയുന്നത്ര ഇല്ലാതാക്കി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പടലപ്പിണക്കം കോൺഗ്രസിനുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി എന്നത് നേരത്തെ അജയ് തറയിൽ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു യുവാക്കൾക്ക് നേരെ. അത് യുവാക്കളാരും ഖദർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ കളർ വേഷത്തിലാണ് എത്തുന്നത് എന്നുള്ളതാണ്. അതാണ് ഇനി കോൺഗ്രസിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പടലപ്പിണക്കത്തിൻ്റെ സൂചനയായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ കളർ മങ്ങുമോ എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. നമുക്കറിയാം ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലടക്കം കാണുന്ന ചില നേതാക്കളുടെ മുഖങ്ങൾ ഒന്ന് നോക്കുക. ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ മങ്ങിക്കഴിഞ്ഞു എന്നത് നമുക്കറിയാം. VT ബൽറാമിനെ പോലെയുള്ളവരുണ്ട്, PC വിശ്വനാഥിനെ പോലെയുള്ളവരുണ്ട്, KS ശബരിനാഥിനെ പോലെയുള്ള നേതാക്കൾ. അവരൊക്കെ ഈ ഖദർ മാറ്റി കളർ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. അതായത് യുവതലമുറ യിൽപ്പെട്ട നേതാക്കളാണ്, അവർക്ക് കൃത്യമായൊരു വളർച്ച ലഭിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള നേതാക്കൾ ആണ് ഈ കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നുള്ളതാണ്. അത് ന്യൂസ് 18 ഒരിക്കൽ ചർച്ച ചെയ്തതുമാണ്. അതിന് രാഹുൽ ഗാന്ധിയെ ഉപമിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയത്. കാലം മാറുന്നു. രാഹുൽ ഗാന്ധി നമുക്കറിയാം ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടാണ് പലപ്പോഴും യാത്രകൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി പോലെയുള്ള യാത്രകളിൽ പോലും അദ്ദേഹം അങ്ങനെ ഖദറൊന്നുമല്ല ധരിക്കുന്നത്. അപ്പോൾ ഈ യുവ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ കരുത്തരാകുന്നുണ്ട്. ആ കരുത്തിൻ്റെ ബലത്തിൽ പാർട്ടിയിൽ കൂടുതൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കാം, അങ്ങനെ വിജയിച്ച് കയറാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം പുലർത്തുമ്പോൾ ഖാദിയുടെ കളർ മങ്ങിയോ എന്ന സംശയം കൂടി ചില മുതിർന്ന നേതാക്കൾ നേരത്തെ പുലർത്തിയിരുന്നു. അതായത് ഈ യൂത്തന്മാർ ഇങ്ങനെ പാർട്ടിയിൽ വിലസുമ്പോൾ പഴയ നേതാക്കൾ അല്ലെങ്കിൽ പ്രായമേറിയ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ അവരെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലേ എന്ന ഒരാക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോഴും ഈ കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ആ കോൺഗ്രസിൻ്റെ ജീവിത രീതി തന്നെയാണ് തുടരേണ്ടത് എന്നത് മട്ടിലുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കൾ. അത് നമുക്ക് രമേശ് ചെന്നിത്തലയെ കാണാം, VD സതീശനെ കാണാം, K മുരളീധരനെ പോലെയുള്ളവരെ കാണാം, K സുധാകരനെ പോലെയുള്ളവരെ കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജയ് തറയിൽ പോലെയുള്ള, VM സുധീരനെ പോലെയുള്ള പല നേതാക്കൾ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള പല നേതാക്കളുമൊക്കെ ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് അങ്ങനെ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അത്തരം പേരുകളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ മുറുകെ പിടിച്ചിരുന്ന ഇപ്പോഴും ഖദർ വസ്ത്രധാരികളായിട്ടുള്ള പല നേതാക്കളും അപ്രസക്തരായി മാറിയിട്ടുണ്ട്. അവർ ഒരു പക്ഷേ തിരിച്ചു വരുമോ? അതായത് യൂത്തിന് ആവശ്യമില്ലാത്തൊരു പ്രയോറിറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന മട്ടിൽ ഉള്ള ഒരു വിമർശനം മുതിർന്ന നേതാക്കളിൽ നിന്ന് ഇനി ഉരുത്തിരിയുമോ എന്നതും സംശയകരമാണ്. അങ്ങനെയെങ്കിൽ അതും ഒരു ഏറ്റുമുട്ടലിന് വഴിയൊരുക്കും. പക്ഷേ ഇതൊക്കെ താൽക്കാലികമായ ഏറ്റുമുട്ടൽ മാത്രമാണ് എന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ഒക്കെയാണ് പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിലും വരാനിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവം നമുക്കറിയാം. പലരെയും സംബന്ധിച്ചിടത്തോളം സീറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ മുതിർന്ന പല MPമാരും മന്ത്രിമാരാകാൻ മന്ത്രിക്കുപ്പായം തയ്ച്ചിരിക്കുന്നവർ ആണ്. അങ്ങനെയുള്ളവർക്കും ഈ വിമർശനങ്ങളും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളുമൊക്കെ വലിയ തോതിൽ ഊർജം പകരും. അങ്ങനെ ഒരു പോരാട്ടത്തിനു കൂടി പാർട്ടി വേദിയാകുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.